തൊലി കറുത്ത ഏത്തപ്പഴം ഉണ്ടെങ്കിൽ വീട്ടിൽ ഒരാളും കഴിക്കില്ല അല്ലേ, നമ്മൾ കളയാറല്ലേ പതിവ്. പക്ഷേ ഇതുപോലെ ഒരു പലഹാരം നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, എല്ലാവരും കഴിക്കും കേട്ടോ. അതും ഹെൽത്തിയാണ്. അത് ഒന്ന് നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. നന്നായി പഴുത്ത് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കരിപ്പെട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നില്ല. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ഗ്ലാസ് വെള്ളമാണ്. ഇതൊന്ന് തിളക്കട്ടെ, നന്നായി യോജിക്കണം, ഇതുപോലെ യോജിപ്പിക്കണം. ഇതുപോലെ യോജിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 സ്പൂൺ ഉപ്പും 1/2 സ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുത്തില്ല, ഞാൻ വിട്ടുപോയി. വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കായ പൊടിച്ച് ചേർത്ത് കൊടുക്കാം. കാരണം ഈ അധികം പഴുത്ത പഴത്തിന് ചിലപ്പോൾ ചെറിയൊരു മണം ഉണ്ടാവും, അത് കുട്ടികൾക്ക് ഇഷ്ടാവില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് 1 കപ്പ് റാഗിപ്പൊടിയും കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇതുപോലെ ആവണം, നമ്മൾ നന്നായി കുറുക്കി എടുക്കണം. ഇനി ഇതൊന്ന് തണുത്തോട്ടെ കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഇതുപോലെ ഉരുളകളാക്കി വെക്കാം. ഇത് ഞാൻ ആവി വരുന്ന അപ്പച്ചമ്പിൽ 15 മിനിറ്റ് സമയം വേവിച്ചെടുത്തതാണ്. ഇപ്പോൾ ഇതാ കണ്ടോ, നമ്മുടെ നല്ല സോഫ്റ്റ് കുഴക്കട്ട റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. കുട്ടികൾ എന്തായാലും ഒരുപാട് ഇഷ്ടത്തോടെ കഴിക്കും കേട്ടോ.